Hey guys, welcome back to my YouTube channel. സാധാരണ ഇതിൽ ഞങ്ങൾ പുറത്ത് പോകുന്നതിലും ഈ ഒരു ട്രിപ്പ് ഭയങ്കര സ്പെഷ്യലും എക്സൈറ്റഡ് ആയിരുന്നു. കാരണം വേറൊന്നുമല്ല, എപ്പോഴും പോകുമ്പോൾ എവിടെ പോകണം, അവിടെ എന്തുണ്ട്, എങ്ങനെ പോകാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മാത്രമേ ഞങ്ങൾ പോകാറുള്ളൂ. പക്ഷേ ഇത് ശരിക്കും ട്വിസ്റ്റായിരുന്നു. ചുമ്മാ റൂമിലിരുന്ന് ബോറടിച്ചപ്പോൾ ഓക്കെ 12:30 ഒരു ബസ് ഉണ്ട്, നമുക്കതിൽ കയറാം. അതെവിടെയാണോ നിൽക്കുന്നത് അവിടെ ഇറങ്ങി അവിടെ എന്തൊക്കെയുണ്ട് അതൊക്കെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് കയറിയതാണ്. ഇവിടെ പിന്നെ ഗേൾസിന് പൈസ ഒന്നും കൊടുക്കണ്ട. ഞങ്ങളുടെ റൂട്ടിൽ കൂടെ പോകുന്ന ഓൾമോസ്റ്റ് ബസ്സും ഗേൾസിന് ഫ്രീ ബസ്സാണ്. അതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ കയറിയത്. പിന്നെ ഈ വഴിക്ക് ഞങ്ങൾ ഇതുവരെ വന്നിട്ട് തന്നെ ഇല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിന് ഒരു 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ അടിപൊളി വില്ലേജും നല്ല വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഈ 1.5 വർഷം ഇരുന്നിട്ടും വന്നിട്ടില്ല. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് കാണണമല്ലോ, ആ ഒരു ബേസിൽ ഇറങ്ങിയതാണ്. വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു പോകുന്ന വഴിക്ക്. പക്ഷേ ഫെബ്രുവരി ആയിട്ടുള്ളൂ, എന്നാലും ഭയങ്കര ഒരു വേനൽക്കാലം പോലെ വരണ്ടൊക്കെ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് സ്ഥലങ്ങളും. അങ്ങനെ ബസ് പല്ലങ്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തി. ഇതായിരുന്നു അവിടുത്തെ ഒരു വ്യൂ. ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി, കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തുന്ന ഒരിക്കലും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല. നമ്മൾ പല്ലങ്കി എത്തി ഗൈസ്. നമ്മൾ വിചാരിച്ച ഒരു വില്ലേജിന്റെ ഉള്ളിൽ കൊണ്ട് ഇറക്കി വിടുന്നു, പക്ഷെ നടു റോട്ടിൽ ഇറക്കി വിട്ടു നമ്മളെ. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. കറക്റ്റ് എവിടെ ബസ് കൊണ്ട് നിർത്തിയിട്ട് ഇവര് തിരിച്ച്, എന്നിട്ട് അവര് പറഞ്ഞു ഇനി ബസ് പോവില്ല, നിങ്ങൾ ഇറങ്ങിക്കോന്ന്. അപ്പൊ നമ്മൾ ഇറങ്ങി. ഒന്നും അറിയില്ല എങ്ങടാ പോണ്ട് ഒന്നും. പക്ഷെ ഇവിടെ ഒരു ആന്റിനോട് ചോദിച്ചപ്പോ ആന്റി പറഞ്ഞു സ്ട്രേറ്റ് പോയ ഒരു ഫോൾസ് ഉണ്ടെന്ന്. പക്ഷെ അത് ഫോൾസ് ഒന്നും അല്ല, കുറച്ച് വെള്ളം പോകുന്ന ഒരു സാധനം, അത്രേ ഉള്ളൂ. അത് ഓൾറെഡി ഞങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്. വലിയ ഫോൾസ് പോലെ നമുക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തായാലും നമുക്ക് പോയി നോക്കാം, കാരണം ഇവരൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അവിടുത്തെ ആൾക്കാർ ഇതിന് ഈ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് കുറേ ഇനി ഡിസ്റ്റൻസ് ഉണ്ട്. കുറേ അവിടെയൊക്കെ എന്താ പറയാ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ബസ് ഇതുവരെ വരുള്ളൂ. അപ്പൊ അവരൊക്കെ ഇവിടെ ഇറങ്ങി നടന്നു പോവായിരിക്കും തോന്നുന്നു. എനിവേ നമ്മൾ ഒന്നും അറിയാതെ ചുമ്മാ ബസ് കയറി വന്നോണ്ട് ഇങ്ങനെ ചുമ്മാ നടക്കുമ്പോ ഒരു സുഖം. എക്സ്പ്ലോർ ചെയ്യുന്ന ഗേൾസ്, മൈ എക്സ്പ്ലോറർ ഗേൾസ് ഹായ് പറ. വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചു, കാണിച്ചു തരാം. ആ ആൻറ്റി പറഞ്ഞ വാട്ടർഫാൾസ് തന്നെ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇതാണോ വാട്ടർഫാൾസ് എന്നും പറഞ്ഞിട്ട്. പിന്നെ എന്തായാലും കണ്ട സ്ഥിതിക്ക് ഇങ്ങനെ നടക്കായിരുന്നു. അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇങ്ങോട്ട് നടക്കുന്തോറും ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു. അധികം ആൾക്കാരില്ല, വണ്ടിയില്ല, ഒന്നുമില്ല. എന്തായാലും ഇത് അതിൻ്റെ ഒരു അപ്പർ പോർഷൻ. നമ്മളെ ഫാൾസിൻ്റെ അപ്പുറത്തെ സൈഡ് വന്ന് അപ്പുള്ള വ്യൂ ഇങ്ങനെയാണ്. നമ്മളിതോ ആ JCB നിൽക്കുന്ന അവിടെ നിന്നായിരുന്നു ആദ്യം വീഡിയോ എടുത്ത്. ഇതിൻ്റെ 2 സൈഡ്സ്. ഇത് ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടപ്പോൾ ശരിക്കും വല്ല കൈപ്പയ്ക്കോ അങ്ങനെ എന്തോ ആണെന്ന് ആദ്യം വിചാരിച്ചത്. അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു സാധനം. പക്ഷെ അത് ഭയങ്കര ഡിസ്റ്റൻസിൽ ഇങ്ങനെ പന്തലൊക്കെ ഇട്ട് എന്തോ ഒരു വള്ളീനെ പടർത്തി വിട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര അതിൽ കായ ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് കായെന്ന് നമുക്കറിയില്ല. പിന്നെ നമ്മുടെ കൂടെ കാർത്തു ഉള്ളതുകൊണ്ടും കാർത്തൂന് ഇതൊക്കെ അറിയുന്നതുകൊണ്ടും അവളാണ് പറഞ്ഞു തന്നത് ഇത് ചൗച്ചൗ എന്ന് പറയുന്ന ഒരു വെജിറ്റബിളാണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ഇവർ കൾട്ടിവേറ്റ് ചെയ്യുന്നതും ഇവരെല്ലാവരും നല്ലപോലെ യൂസ് ചെയ്യുന്ന ഒരു വെജിറ്റബിളാണിത്. നല്ല രസമുണ്ടായിരുന്നു. അതിന് അടിയിൽ നല്ല സ്പേസ് ഉണ്ട്, കയറി വലിച്ചാലൊന്നൊക്കെ ആലോചിച്ചു. പിന്നെ ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഇതിനകത്ത് കയറരുത്, ഇലക്ട്രിക് കമ്പി ഇട്ടിട്ടുണ്ട്, പിന്നെ കയറി കഴിഞ്ഞെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പണിഷ്മെൻ്റ് ഒക്കെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് പിന്നെ നമ്മളതിന് നിന്നില്ല. ഈ കാണുന്നതാണ് ആ സാധനം. ഇതെങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല, പറ്റുമെങ്കിലൊന്ന് വലിക്കായിരുന്നു. പക്ഷെ ആ ബോർഡ് കണ്ടുകൊണ്ട് ഞങ്ങളൊന്നും നിന്നില്ല. ക്ലൈമറ്റ് നല്ല രസമുണ്ട്. വെയിലാണ്, പക്ഷെ നമുക്ക് വെയിൽ ലൈക്ക് ചൂട് ഫീൽ ചെയ്യുന്നില്ല, തണുപ്പാണ്. അതുകൊണ്ട് നടക്കാനും നല്ല രസമുണ്ട്. ഗേസ്, ഞാൻ ആ സൈഡിലോട്ട് നോക്കി നടന്ന വേറെ ഒന്നും അല്ല, ആ മല കണ്ടിട്ടാണ്. അവിടെ നിന്ന് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ക്യാമറയിൽ അത്രയ്ക്ക് രസമൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോഴാണ് വ്യൂ ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലായത്. റോഡൊക്കെ നല്ല രസമുണ്ട്, ആൾക്കാരില്ലാത്തതുകൊണ്ട് ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. പിന്നെ ഇതായ പിള്ളേർ സ്ഥിരം പരിപാടി, നമ്മൾ നല്ല സ്പോട്ട് കാണുന്നു, അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ഇത് പേരക്ക മരവും ആ പിങ്ക് കളറിൽ ഫ്ലവർ ഉള്ളത് പീച്ചസിൻ്റെ മരമായിരുന്നു. പക്ഷെ ഒരു കായ് പോലും അതിലുണ്ടായിരുന്നില്ല, ഒന്നും. പീച്ചസിൽ കുറച്ച് പച്ചയായിരുന്നു, അത് വലിക്കാനായിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു, അതും നടന്നില്ല. എന്തായാലും ഈ പോകുന്ന വഴിക്ക് കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. അവക്കാഡോ, പീച്ചസ്, പേരയ്ക്ക, കോഫി, അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു.
എന്തായാലും പക്ഷേ ഇതൊക്കെ അവരവരുടെ ഏരിയയിലായതുകൊണ്ട് നമുക്ക് കയറി വലിക്കാനൊന്നും പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാമെന്ന് മാത്രം. പിന്നെ ഇതായിരുന്നു ഗൈസ് നമ്മൾ പോകുന്ന വഴി. അത് നടന്ന് അരമണിക്കൂർ കഴിഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും എന്താ ഉള്ളതെന്നൊന്നും അറിയില്ല, ചുമ്മാ നടക്കണുണ്ട്. എന്തായാലും തിരിച്ച് നമുക്ക് 4:30ക്കാണ് ബസ്. 4:30 ഇവിടുന്ന് ബസ് കയറി കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ റൂം 5 മണിക്ക് എത്തും, 5 മണിക്ക്. അപ്പം 4:30 വരെ ടൈമുണ്ട്. പക്ഷെ 4:30 വരെ ഇവിടെ ചെയ്യാൻ ഒന്നുമില്ല മീൻസ് ഒന്നുമില്ല. വല്ല ജീപ്പോ ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണിച്ച് കുറച്ചും കൂടെ പോയായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ അതൊന്നും ഇല്ല. അത് നടന്ന് അത്ര ദൂരം പോകാൻ നമുക്ക് പറ്റില്ല, ഇവിടെ ബസ്സും ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം നടക്കുന്ന വഴി മൊത്തം ബസ് ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഞങ്ങളെല്ലാവരും. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് നടന്ന് നമുക്ക് മതിയാവണ വരെ നടക്കാം. അങ്ങോട്ട് നടക്കാനും ഇങ്ങോട്ട് തിരിച്ച് 4:30ക്ക് എത്തുന്ന ഒരു ഡിസ്റ്റൻസിൽ എത്ര ദൂരം നടക്കാൻ പറ്റുന്നോ അത്ര ദൂരം നമ്മളിങ്ങനെ നടക്കുന്നു, എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു, ചുമ്മാ എക്സ്പ്ലോർ ചെയ്യുന്നു എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ ചെറിയ പേടിയുണ്ട് ഇതിൽ കൂടെ നടക്കാൻ, കാരണം വീടേ ഇല്ല. അതുകൊണ്ട് ഒരു ചെറിയ ടെൻഷൻ. പിന്നെ ബോയ്സ് വല്ലവരും ഉണ്ടാവുന്നല്ലാതെ വേറെ അങ്ങനെ വീടൊന്നുമില്ല. കുറേ പയ്യന്മാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് സേഫായിട്ട് വേണം പോകാനായിട്ട്. ഗേൾസായിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് സേഫായിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ടെൻഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ പേടിക്കാൻ പാടില്ല. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം പല്ലങ്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകുന്നത് കോമ്പൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പക്ഷെ നമ്മൾ ആ വില്ലേജിലേക്കൊന്നും പോകുന്നില്ല, അത്രയ്ക്ക് നടക്കാനുള്ള സ്റ്റാമിന നമുക്ക് ആർക്കും ഇല്ല. അപ്പോൾ വില്ലേജിലേക്കൊന്നും പോകില്ല. പക്ഷെ നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്ന റോഡ് ആക്ച്വലി കോമ്പൈ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള റോഡാണ്. ഓ, ഇവിടെ പുള്ളി കൊള്ളാലോ, നല്ല രസമുണ്ട്. അപ്പോൾ കോമ്പൈക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. കോമ്പൈക്ക് ബസ്സൊന്നുമില്ല. ഇതുപോലെ നമുക്ക് നമ്മളെ വണ്ടി എടുത്ത് മാത്രമേ കോമ്പൈക്ക് പോകാൻ പറ്റുള്ളൂ. കോമ്പൈ കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്ന വേറെന്തോ ഒരു ഏരിയയും കൂടി ഉണ്ട്. അത് കഴിഞ്ഞെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പഴനി എത്താം. അവിടെ നിന്ന് ഒരു 1 hour, എക്സാക്ട് 1 hour കാട്ടിൽ കൂടെ ട്രക്ക് ചെയ്ത് പോകണം. ട്രക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പഴനി എത്തും. സോ കൊടൈക്കനാലിൽ 1 മണിക്കൂർ ട്രാവൽ ചെയ്താൽ പഴനി എത്താനുള്ള വഴി ഇവിടെയുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ മെയിൻ റൂട്ടിൽ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 മണിക്കൂർ ഗട്ട് റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് വരണം. ഇതാകുമ്പോൾ കറക്റ്റ് 1 മണിക്കൂർ പോയി കഴിഞ്ഞാൽ പഴനി എത്തും. സോ പക്ഷെ എനിക്ക് ആ വഴി കൂടെ പോകണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് പോകാൻ പറ്റൂല, കാരണം ആ വഴിയിൽ അങ്ങനെ എല്ലാവരെയും അലോട്ടഡ് അല്ല. ഇവിടുത്തെ ലോക്കൽ പീപ്പിൾസ് പോവുമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പക്ഷേ നമ്മളെപ്പോലെയുള്ള ആൾക്കാരിനെ അവർ കൊണ്ടുപോകാറില്ല. എസ്പെഷ്യലി ഗേൾസിനെ കംപ്ലീറ്റ്ലി ആ ഏരിയയിൽ പ്രോഹിബിറ്റഡ് ആണെന്നാണ് ഞാൻ കേട്ടത്. റീസൺ ഒന്നും അറിയില്ല, പക്ഷെ അങ്ങനെ കേട്ടു. അപ്പോൾ എന്തായാലും നമുക്ക് ആ വഴി പോകാൻ പറ്റില്ല. പക്ഷേ 1 hour, കറക്റ്റ് 1 hour നമുക്ക് പഴനി എത്താം ഈസി ആയിട്ട്. പിന്നെന്താ ഗൈസ്, നമ്മൾ നടന്നു വന്നപ്പോൾ നമുക്ക് നല്ല വ്യൂ കിട്ടി. ഒരു വാട്ടർഫോൾസ് എവിടെ, ഇതാ വീണ്ടും ഒരു വാട്ടർഫോൾസ്. നല്ല വ്യൂ നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ കോളേജിൽ നിന്ന് ഡെയിലി കാണുന്നൊരു വ്യൂ ആണിത്. അത് ഇത്ര അടുത്ത് വന്ന് കാണുമ്പോഴൊരു സന്തോഷം. പക്ഷേ ഈ റോഡിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ശരിയല്ല. അപ്പം ഞാൻ അവരുടെ കൂടെ പൊട്ടി ബായ്. കാണുന്നുണ്ടോ ഗൈസ്, അതിനകത്ത് മൊത്തം കോഫി പ്ലാന്റ്സ് ആണ്. ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ കോഫിയാണ്. അതിലൊക്കെ കായുണ്ട്. അതാണ് അതിൻ്റെ എൻട്രൻസ്. ഒരു വഴി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോയി കുറച്ച് കാപ്പി വലിച്ചിട്ട് വരാമായിരുന്നു. കൊള്ളാം. ഇങ്ങനൊരു അടിപൊളി വ്യൂ കിട്ടുന്ന ഒരിക്കലും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു വ്യൂ ആയിരുന്നു. പിന്നെ ഇവിടെ നോക്കുമ്പോൾ പഴനിയും കാണുന്നുണ്ട്. ആ ഒരു 2 മലേൻ്റെ ഇടയിലായിട്ട് നമുക്കൊരു ഡാമും, പഴനി പോകുന്ന വഴിക്ക് നമുക്ക് കാണുന്നൊരു ഡാമാണ് അതും. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പഴനിയും കാണുന്നുണ്ട്. ഇവിടെ നിന്ന് ഫോണിൽ എനിക്ക് അത്ര കണ്ട് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് കാണുന്ന മല ആക്ച്വലി കൂക്കാൽ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് പോകുന്ന ഒരു മലയാണ്. അത് ഇവിടെ നിന്ന് കാണുന്ന ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. നല്ല വെയിൽ. ഞാൻ ഇവിടെ നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും വെയിലും നടന്നും വിയർക്കണത് ഇപ്പോഴാണ്. ശരിക്കും വിയർത്ത് അയ്യോ വയ്യ. 2 കിലോമീറ്റർ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് നടന്ന് കോമ്പൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. പക്ഷേ നമ്മൾ 2 കിലോമീറ്റർ നടന്നു, ഒരു 3 കിലോമീറ്റർ കൂടെ നടന്ന് എക്സാക്റ്റ് മറ്റേ കോമ്പൈ എത്തുമായിരുന്നു, കോമ്പൈ വില്ലേജ് എത്തുമായിരുന്നു. പക്ഷെ നമുക്ക് അത്രയ്ക്ക് നടക്കാനൊന്നുമില്ല, ആരോഗ്യമില്ലാത്തതുകൊണ്ട് 2 കിലോമീറ്റർ നമ്മൾ നിർത്തി. കാരണം അങ്ങോട്ട് 2 പറഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് 2 നടക്കണമല്ലോ. ഫേസിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് മദാമകൾ, 2 മദാമകൾ. നല്ല രസമുണ്ട് കാണാൻ. എന്ത് കാണാൻ വന്നാണോ എന്തോ ഇവിടെ
എനിക്കിവിടെ പ്രത്യേകിച്ചൊന്നും കാണാൻ തോന്നി. ഇതെന്താ ഇങ്ങനെ? എങ്ങനെ? ഗൈസ് നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്, നമുക്ക് മതിയായി നടന്നിട്ട്. ഇനി താഴെ മൊത്തം ഇറങ്ങി പോണം. അപ്പൊ തിരിച്ച് കയറണോണ്ട് നമുക്ക് വയ്യ. എങ്ങനെയുണ്ടായിരുന്നു സ്തു? നല്ല ജേണി ആയിരുന്നു. എന്തൊക്കെ കണ്ടു നീ? ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.